റൂബ്സ് ക്യൂബിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ക്യൂബ് തിരിക്കുന്ന രീതിയാണ്. ഇപ്പോൾ 1 2 3 4 5 6 വശങ്ങളാണുള്ളത്. അതിൽ നമ്മൾ വലതുഭാഗത്ത് 6ഉം റൈറ്റ് സൈഡ് 6, ലെഫ്റ്റ് സൈഡ് L, ടോപ്പിൽ U അപ്പർ, ബാക്ക് സൈഡിൽ B എന്ന് പറഞ്ഞിട്ട് ബാക്കും, ഫ്രണ്ടിൽ F എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ മെത്തേഡ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ ഈ R L F U B അങ്ങനെയൊക്കെ വരുമ്പോൾ ക്ലോക്ക് വൈസിലാണ് തിരിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ R1 F1 F1 L1 U1 B1 അങ്ങനെയൊക്കെ വരുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് തിരിക്കുന്നത്. ഇപ്പോൾ R എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ ഒന്ന് ക്ലോക്ക് വൈസിൽ തിരിക്കുക R1 എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒന്ന് ഇങ്ങോട്ടേക്ക് തിരിക്കുക. L എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസിൽ L, ഓപ്പോസിറ്റ് L1 എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കാം. ഇപ്പോൾ ഫ്രണ്ടിൽ വരുമ്പോൾ ക്ലോക്ക് വൈസിൽ വരുമ്പോൾ Fഉം ആൻറ്റി ക്ലോക്ക് വൈസിൽ വരുമ്പോൾ F1. ഇപ്പോൾ U മേലെ ഈ അപ്പറിലെടുക്കുമ്പോൾ U എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസിലും U1 എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലും. ഇതുപോലെ തന്നെയാണ് ബാക്ക് സൈഡിൽ B എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസിലും B1 എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഫസ്റ്റ് ഇത് യൂസ് ചെയ്യുന്ന രീതി പഠിച്ചിരിക്കണം. ആദ്യം നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ വൈറ്റ് നമ്മൾ ഫുള്ളാക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ വൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് യെല്ലോ എടുക്കുക. യെല്ലോ കളർ സെൻറ്റർ പീസാക്കിയിട്ട് ഈ 4 സൈഡിൽ വൈറ്റ് വരുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവെക്കുക. അതിന് ഇക്വേഷൻ ഒന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ഇവിടെ വൈറ്റ് ഉണ്ടെങ്കിൽ ഈ വൈറ്റ് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ ഇത് നേരെ മേലോട്ടേക്ക് തിരിച്ചാൽ ഇവിടെ വരും. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഈ വൈറ്റ് ഇവിടെ തിരിച്ചാൽ മേലോട്ടേക്ക് തിരിച്ചാൽ ഇവിടെ വരും. അപ്പോൾ ഇവിടെയുള്ള വൈറ്റ് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ വൈറ്റ് ഇവിടത്തേക്ക് കൊണ്ടുവരിക. ഇവിടത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള വൈറ്റ് മേലോട്ടേക്ക് ആക്കും. അപ്പോൾ അടുത്തത് ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ആ വൈറ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ഇനി ഇവിടെ ഒരു വൈറ്റും കൂടിയാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അതിപ്പോൾ ഇനി വൈറ്റ് ഇവിടെയാണുള്ളത്. അത് നമ്മൾ മേലോട്ടേക്ക് തിരിക്കുമ്പോൾ ഇവിടെയുള്ള വൈറ്റ് നഷ്ടപ്പെടും. അപ്പോൾ ഈ ഓറഞ്ചിനെ നമ്മൾ ഈ വൈറ്റിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അതിന് മേലെ ഒന്ന് റൗണ്ട് ഷേപ്പ് തിരിച്ച് എന്നിട്ട് ഈ വൈറ്റിനെ ഈ ഓറഞ്ചിലെ സ്ഥലത്തേക്ക് കൊണ്ടുവരിക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. യെല്ലോയുടെ 4 സൈഡ് പീസും വൈറ്റ് ആക്കുക. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ വൈറ്റിൻ്റെ സൈഡിൽ വരുന്ന കളർ ഗ്രീനാണ്. ആ ഗ്രീൻ തന്നെ സെൻറ്റർ പീസാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ ഗ്രീനിൻ്റെ സെൻറ്റർ എവിടെയാണല്ലോ എന്ന് നോക്കുക, ഇവിടെയാണുള്ളത്. അപ്പോൾ നമ്മൾ മേലത്തെ റൗണ്ട് തിരിച്ചു കൊടുത്ത് ഈ ഗ്രീനിൻ്റെ പേർ കൊണ്ടുവരിക. ഇവിടെ വൈറ്റ്, ഇവിടെ ഗ്രീൻ. അത് നമ്മൾ ഇവിടെ അടിയിൽ താഴത്തേക്ക് കൊണ്ടുവരിക, നേരെ അടിയിലേക്ക് കൊണ്ടുവരിക. ഇതുപോലെ തന്നെ ഈ ഓറഞ്ചിൻ്റെ അടുക്ക് ഈ സെൻറ്റർ പീസ് ഓറഞ്ച് ആകുന്ന രീതിയിൽ കൊണ്ടുവന്ന് ഇത് നേരെ അടിയിലേക്ക് കൊണ്ടുപോകുക. ഇതുപോലെ തന്നെ ഇതും എടുക്കുക. വൈറ്റിൻ്റെ അടുത്ത് റെഡ് ഉണ്ട്, റെഡിൽ തന്നെ സെൻറ്റർ പീസ് വരുന്ന റെഡ് ഇവിടെയാണുള്ളത്. അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുവന്നു
അപ്പോൾ ഇത് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ അടിയിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ഇപ്പോൾ ഇത് ഒരുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നേരെ അടിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വൈറ്റിൻ്റെ ഒരു പ്ലസ് കിട്ടും. വൈറ്റിൻ്റെ പ്ലസ് കിട്ടുമ്പോൾ നമുക്ക് ഈ വൈറ്റിൻ്റെ അടുത്ത് വരുന്ന കളർ ഓറഞ്ചിൻ്റെ പീസ് തന്നെ ആയിരിക്കണം സെൻറ്റർ പീസ് മേലെ വരേണ്ടത്. അതുപോലെ ഈ ഗ്രീനിൻ്റെ പീസ് തന്നെ ആയിരിക്കണം ഇവിടെ വരുന്നത്. ഇവിടെ റെഡിൻ്റെ റെഡ്, ബ്ലൂവിൻ്റെ ബ്ലൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്റ്റെപ്പ്. അടുത്തതായി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ 4 പീസും വൈറ്റ് ആക്കുക. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ വൈറ്റ് എടുക്കാം. ഈ വൈറ്റ് നമുക്ക് ഈ ഏരിയയിൽ ഈ സൈഡിലായിരിക്കണം ഈ വൈറ്റ് ഉണ്ടാകുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ചെയ്യാൻ പറ്റൂ. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഈ വൈറ്റിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരാൻ RU2 R1 തിരിക്കാം. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് വരും. അപ്പോൾ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വൈറ്റിൻ്റെ സൈഡിൽ റെഡാണ് വരുന്നത്. റെഡ് തന്നെ സെൻറ്റർ പീസ് ആകുന്ന രീതിയിൽ നമ്മൾ ഇവിടെയാണ് റെഡ് ഉള്ളത്. അപ്പോൾ ഇതിനെ ഇവിടത്തേക്ക് തിരിച്ചിട്ട് ഇങ്ങനെ കോർണറിൽ വരുന്ന രീതിയിൽ പിടിക്കാം. എന്നിട്ട് നമ്മൾ ഇതിപ്പം വൈറ്റ് റൈറ്റ് സൈഡിലാണ് RU1. അപ്പോൾ ആ പീസ് ഇവിടെ വന്നു. അപ്പോൾ അടുത്തത് നമ്മൾ എടുക്കേണ്ടത് ഇതെടുത്തു. ഇവിടെ വൈറ്റിൻ്റെ സ്ഥലത്ത് ഓറഞ്ചാണുള്ളത്. അപ്പോൾ ഓറഞ്ച് സെൻറ്ററിൽ വരുന്ന വിധത്തിൽ ഇങ്ങനെ കോർണർ പീസായിട്ട് വരുന്ന വിധത്തിൽ ഓറഞ്ച് ഇവിടെയുണ്ട്. ആ ഓറഞ്ചിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ഓറഞ്ച് ഇവിടെ വൈറ്റ്. അപ്പോൾ നമ്മൾ ഇതും റൈറ്റ് സൈഡിലായതുകൊണ്ട് RU1. അപ്പോൾ അതും ഇവിടെ വന്നു. ഇനി അടുത്ത് നമുക്കിപ്പോൾ വൈറ്റ് വേണം. വൈറ്റ് ഇപ്പോൾ താഴെയാണുള്ളത്. അത് നമുക്കിപ്പോൾ മേലെ ഈ സൈഡിലേക്ക് കൊണ്ടുവരണം. അതിന് നമ്മൾ RU1 ഒക്കെ തിരിച്ചു. എന്നിട്ടിപ്പം ഇത് ടോപ്പിലേക്ക് വന്നു. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സൈഡിലേക്ക് വരണമെങ്കിൽ നമ്മളിപ്പം RU2 R1 സൈഡിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഇപ്പം നേരത്തെ ചെയ്ത പോലെ കോർണറിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ വൈറ്റും. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലായിട്ട് RU1. അപ്പോൾ അതവിടെ സെറ്റായി. ഇനി നമുക്കിപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗ്രീനും ഇവിടെ നമ്മളിപ്പോൾ കോർണറിൽ വരുന്ന പോലെ വന്നിട്ടുണ്ട്. അതിപ്പം ഇവിടെയാണ് ഉള്ളതെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പീസ് ഗ്രീൻ ആവുന്ന രീതിയിൽ കൊണ്ടുവന്ന് ഈ കോർണർ സെറ്റാക്കാം. അപ്പോൾ ഈ വൈറ്റ് ഇവിടെ ഉണ്ട്. അതിപ്പോൾ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് L1 U1 L തിരിച്ചു. അപ്പോൾ വൈറ്റ് നമുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. വൈറ്റ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ T ആകൃതിയിൽ എല്ലാ കളറും സെയിം ആയിരിക്കണം.